കുടുംബ പ്രേക്ഷകരുടെ സ്വന്തം സംവിധായകൻ സത്യൻ അന്തിക്കാടും മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഒരുമിച്ച കുറച്ചു ചിത്രങ്ങളെ പുറത്തിറങ്ങിയിട്ടുള്ളൂ. പതിറ്റാണ്ടുകളായി സിനിമയിലുണ്ടെങ്കിലും ഇവരുടെ സംഗമം വല്ലപ്പോഴും മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഇതിൽ അർത്ഥം, കളിക്കളം എന്നിവ വൻ വിജയമായിരുന്നു. മോഹൻലാലിനെയും ജയറാമിനെയും നായകനാക്കുന്നത് പോലെ എളുപ്പമല്ല മമ്മൂട്ടിയെ വെച്ച് സിനിമ ചെയ്യുന്നതെന്ന് മുൻപ് സംവിധായകൻ വ്യക്തമാക്കിയിരുന്നു. സത്യൻ അന്തിക്കാട് മമ്മൂട്ടിയെ നായകനാക്കി ആദ്യമായി ഒരുക്കിയ ചിത്രം വൻ പരാജയമായിരുന്നു. ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ് ഏൽപ്പിച്ച പരാജയത്തിൽ നിന്നുമാണ് രണ്ടാമത്തെ ചിത്രത്തെക്കുറിച്ച് ഇവർ ആലോചിച്ചത്. വിജയശ്രീലാളിതനായി സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ചെയ്ത സിനിമയുടെ പരാജയം സംവിധായകനെയും ബാധിച്ചിരുന്നു. പ്രതീക്ഷയോടെ എത്തിയ മമ്മൂട്ടി സിനിമ പ്രേക്ഷകർ കൈവിട്ടതിൽ വിഷമിച്ചു നിൽക്കുന്ന സത്യൻ അന്തിക്കാട് പിന്നീട് 2 വർഷം കഴിഞ്ഞാണ് മമ്മൂട്ടിയുമായി വീണ്ടും സിനിമ ചെയ്തത്. ഇതിനിടയിൽ മോഹൻലാൽ ചിത്രങ്ങളുടെ സംവിധായകൻ എന്ന പേര് സത്യൻ അന്തിക്കാടിന് ചാർത്ത് നൽകിയിരുന്നു. അർത്ഥം സിനിമയിലെ മമ്മൂട്ടി കഥാപാത്രം സംഭവമായിരിക്കണമെന്ന് സത്യൻ അന്തിക്കാട് തിരക്കഥാകൃത്തായ വേണു നാഗവള്ളിയോട് നിർദ്ദേശിച്ചു. ചിത്രത്തിൽ മറ്റൊരു പ്രധാന വേഷം ചെയ്യുന്ന ശ്രീനിവാസനോട് തിരക്കഥയിൽ ഇടപെടാൻ സത്യൻ അന്തിക്കാട് നിർദ്ദേശിച്ചു. വേണു നാഗവള്ളിയോടൊപ്പം ശ്രീനിവാസനും ചിത്രത്തിന്റെ തിരക്കഥയിൽ ഇടപെട്ടു. ശ്രീനിവാസനും വേണു നാഗവള്ളിയും സത്യൻ അന്തിക്കാടും മമ്മൂട്ടിയും ഒരുമിച്ച അർത്ഥം ശരിക്കും ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായി മാറുകയായിരുന്നു. സംവിധായകൻ ആഗ്രഹിച്ചതുപോലൊരു വിജയമാണ് അർത്ഥം നൽകിയത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മറുനാടൻ മലയാളി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.